എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇലക്ഷനോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള കൂലി വർധനവ് ഉണ്ടായിരിക്കുകയാണ്. തൊഴിലുറപ്പ് വേതന വർധനവ് ഉണ്ടായിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ക്ഷേമ പെൻഷന്റെ ഒരു ഗഡു വിതരണം കഴിഞ്ഞു. 3200 രൂപയുടെ വിതരണം ആരംഭിക്കുകയാണ്. ഇന്ന് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ വിഷു, ഈസ്റ്റർ, റംസാൻ സബ്സിഡി സാധനങ്ങളുടെ വിതരണം ആരംഭിക്കുകയാണ്. ഓരോ റേഷൻ കാർഡിനും റൈസുമായിട്ടും ഭാരത് റൈസ് ആയിട്ടൊക്കെ കൂടുതൽ അരി ലഭിക്കും എന്ന് പറയുമ്പോൾ ഇതൊക്കെ എത്രത്തോളം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഇതുൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട 4ഓളം അറിയിപ്പുകളാണ് പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. തൊഴിലുറപ്പ് വേതനം വർദ്ധിപ്പിച്ചു. കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി. ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായി തൊഴിലുറപ്പ് വേതനം വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി കേന്ദ്ര സർക്കാർ നേടിയിരുന്നു. ഇതിൽ അനുകൂലമായ തീരുമാനം ഉണ്ടായതോടെയാണ് ഇപ്പോൾ തൊഴിലുറപ്പ് വേതനം വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഓരോ സംസ്ഥാനത്തും വിവിധ കൂലികളായിട്ടാണ് കൂട്ടിയിട്ടുള്ളത്. ഏറ്റവും ഉയർന്ന കൂലി 374 രൂപയാണ്. ഇത് ഹരിയാനയിലെ കൂലിയാണ്. ഏറ്റവും കുറഞ്ഞ കൂലി 234 രൂപയാണ്. അരുണാചൽ പ്രദേശിലാണ് ഈ കുറഞ്ഞ കൂലിയുള്ളത്. അതേസമയം കേരളത്തിൽ 333 രൂപയുണ്ടായിരുന്ന കൂലി 346 രൂപയാക്കിയിട്ടുണ്ട്. കേരളത്തിലുള്ള ആളുകൾക്ക് 13 രൂപ വർദ്ധിപ്പിച്ച് ഇനി ഓരോ ദിവസത്തിനും 346 രൂപ കൂലിയായി ലഭിക്കുന്നതാണ്. ദേശീയ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് വേതനമാണ് ഇങ്ങനെ വർദ്ധിപ്പിച്ചത്. ഇത് പ്രകാരം തന്നെ സംസ്ഥാനത്തുള്ള അയ്യങ്കാളി തൊഴിലുറപ്പ് വേതനവും ഇതിനനുസൃതമായി തന്നെ ഉടനെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, വിഷു, ഈസ്റ്റർ, റംസാൻ ചന്തകൾ ഇന്നലെ മുതൽ ആരംഭിച്ചു. ഏപ്രിൽ 13-ാം തീയതി വരെയാണ് സംസ്ഥാനത്തെ 83 താലൂക്ക് ആസ്ഥാനങ്ങളിലും ചന്തകൾ പ്രവർത്തിക്കുക. 13 ഇനം സബ്സിഡി സാധനങ്ങൾ, ശബരി ഉൽപ്പന്നങ്ങൾ, മറ്റ് കമ്പനി ഉൽപ്പന്നങ്ങളും വിലക്കുറവിൽ ലഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 200 കോടി രൂപ ഇതിനു വേണ്ടി സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ട് എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതേസമയം സംസ്ഥാനത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ, അതായത് മാവേലി സ്റ്റോറുകൾ, പീപ്പിൾ ബസാറുകൾ, സൂപ്പർ മാർക്കറ്റുകൾ ഇവയിലൊന്നും സബ്സിഡി സാധനങ്ങളില്ല. 5 മുതൽ 3 വരെ സബ്സിഡി സാധനങ്ങൾ മാത്രമാണ് പല സ്റ്റോറുകളിലും ഉള്ളത്. അതാണ് അവസ്ഥ. വരും ദിവസങ്ങളിൽ ഇവയിലെല്ലാം സ്റ്റോക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 13-ാം തീയതി വരെ സാധനങ്ങൾ എല്ലാവർക്കും വാങ്ങാവുന്ന രൂപത്തിൽ ഇതിന്റെ വിതരണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അത് വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കിയിട്ട് പറയാം. അതാണ് ഒരു കാര്യം. പിന്നെ ഈ സബ്സിഡി സാധനങ്ങളിൽ പെടുന്ന ഒരു സാധനമാണ് ശബരി റൈസ്. ഓരോ റേഷൻ കാർഡുള്ളവർക്കും 5 കിലോ അരി മാത്രമായിരിക്കും ലഭിക്കുക. ഇതിനു പുറമെ ഭാരത് അരി, അത് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുള്ള പറ്റിക്കൽസ് അരിയാണ് എന്ന് പറയേണ്ടി വരും. അതായത് നേരത്തെ ഇത് വിതരണം ചെയ്തു തുടങ്ങിയപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ അടക്കം ഇത് വിതരണം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഇപ്പോഴും അത് ലഭിക്കുന്നില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് വാഹനം കൊണ്ടുചെന്ന് നിർത്തി അവിടെയുള്ള ആളുകൾക്ക് മാത്രം വിതരണം ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോഴും ഭാരത് അരിയുടെ വിതരണം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല അത് ഇപ്പോഴും വിതരണം ചെയ്യുന്നത് പൊന്നി അരിയാണ്. ജനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന നല്ല ഇനം അരി ഇപ്പോഴും വിതരണം ചെയ്യാനായിട്ടില്ല. കേന്ദ്ര സർക്കാർ FCIയിലൂടെ രൂപ നിരക്കിൽ കമ്പനിക്ക് നൽകുന്ന അരി, നാഫെഡിന് ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് നൽകുന്ന അരി ഭാരത് അരി എന്ന ബ്രാൻഡിലാക്കി നമുക്ക് നൽകുന്നത് 29 രൂപക്കാണ്. ഈ ഇടനിലക്കാർക്ക് ഇതിലെ ലാഭം 10 രൂപയാണ്. സംസ്ഥാനത്ത് പെൻഷന്റെ കാര്യമാണ്. ഇപ്പോൾ ഒരു ഗഡു പെൻഷനാണ് ഇപ്പോൾ വിതരണം ചെയ്തത്. അടുത്ത ഗഡുവിന്റെ വിതരണം ഏപ്രിൽ ആദ്യ ആഴ്ച തന്നെ ഉണ്ടാകും എന്ന റിപ്പോർട്ടാണ് വരുന്നത്. ഏപ്രിൽ 14 വിഷുവിന് മുമ്പ് എല്ലാവർക്കും തുക വിതരണം ചെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റേഷൻ കാർഡുള്ളവർക്കുള്ള മസ്റ്ററിംഗ് ആണ്. ഏപ്രിൽ മാസത്തിൽ തന്നെയാണ് അത് നടക്കുക. പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ മസ്റ്ററിംഗ് ശ്രദ്ധിക്കണം. മസ്റ്ററിംഗ് ചെയ്യാത്ത മൂലം പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ 5 ലക്ഷത്തോളം പേരുണ്ട്. മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് അടുത്ത 2 മാസത്തെ ഗഡു കൂടി ലഭിക്കുകയില്ല എന്നും ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ നേരത്തെ ഇത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാ മാസവും 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കാം. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.